അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ശുഭാൻശു ശുക്ലയുടെ ചരിത്രയാത്രയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും നാളെ വൈകിട്ട് 5:52 ആക്സിയം 4 ദൗത്യവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് കുതിച്ചുയരും. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകും ശുഭാൻശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന നേട്ടവും ശുഭാൻശു സ്വന്തമാക്കും. 2 ആഴ്ച ബഹിരാകാശത്ത് ചിലവഴിച്ച ശേഷമാകും 4-അംഗ സംഘം തിരിച്ചെത്തുക. ദൗത്യസംഘത്തിൽ മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നിയേവ്സ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കപ്പോ എന്നിവരാണ് ശുഭാൻശുവിനൊപ്പമുള്ളത്. ദൗത്യത്തിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശുഭാൻശു ശുക്ല. ജൂൺ 10 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് വൈകുന്നേരം 5:52 വിക്ഷേപണം. ബഹിരാകാശ നിലയത്തിൽ കൃഷി, ഭക്ഷണം, ജീവശാസ്ത്രം എന്നീ മേഖലകളിൽ ശുഭാൻശു 7 പരീക്ഷണങ്ങൾ നടത്തും. ഗുരുത്വാകർഷണ ബലം തീരെ കുറഞ്ഞ ബഹിരാകാശ നിലയത്തിൽ ഭക്ഷ്യവിത്തുക്കളുടെ വളർച്ച എങ്ങനെയാണ്, ഇതിൽ നിന്നുള്ള വിളവ് സംബന്ധിച്ച പഠനമാണ് ഇതിലൊന്ന്. വെള്ളായണി കാർഷിക കോളേജും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയും അടക്കം ചേർന്നാണ് ഈ പരീക്ഷണം പൂർത്തിയാക്കിയത്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ദൗത്യം ഏറെ നിർണായകമാണ്. കാരണം ISROയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ISROയുടെ 4 ബഹിരാകാശ യാത്രികരിൽ ഒരാളാണ് ശുഭാൻശു. അതുകൊണ്ട് തന്നെ ശുഭാൻശുവിന്റെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര ഇന്ത്യ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഗഗൻയാൻ യാത്രയ്ക്ക് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ പ്രായോഗികതയും പോരായ്മയും മനസ്സിലാക്കാൻ ശുഭാൻശുവിന്റെ ഈ യാത്ര ഉപകരിക്കും. ശുഭാൻശുവിന്റെ യാത്രാ ചെലവ് വഹിക്കുന്നതും ഇന്ത്യയാണ്. ഇതിനായി 413 കോടി രൂപ ചെലവഴിച്ചതായാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.